ാണ് മഹാനായ മിത്തബൈൽ ഉസ്താദ് ഉണ്ടല്ലോ, അവര് വലിയാണ്, സൂഫിയാണ്, ആരിഫാണ്, ആബിദാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം പോലെ ജീവിച്ചവരാണ് മഹാനായ മിത്തബൈൽ ഉസ്താദ്. അല്ലാഹുവേ, കാണേണ്ടത് തന്നെയാണ്. ഞാൻ മിത്തബൈൽ ഉസ്താദിന്റെ വീട്ടിൽ പോയിരുന്നു. മഹാനായ ശൈഖുന ഉസ്താദ് ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പ്, അതായത് മഹാനായ ഉസ്താദ് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ ഞാൻ മഹാനായ മിത്തബൈൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഞാൻ അന്ന് അടിയാർ കണ്ണൂരിൽ എനിക്ക് വിശുദ്ധമായ മഹാനായ അവിടുത്തെ ജിഫ്രി തങ്ങൾ ഉസ്താദിനൊരു സ്ഥാപനമുണ്ട്. അതായത് തങ്ങൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാലില്ലാപ്പുഴ തങ്ങളുടെ ജേട്ടൻ, അവരുടെ ഒരു സ്ഥാപനമുണ്ട്, ദാറുസ്സലാം, ബൽത്തങ്ങാടിയിലുള്ള ദാറുസ്സലാം. അവിടെ എനിക്ക് പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗ സമയത്തിൽ ഞാൻ ഈ മിത്തബൈൽ ഉസ്താദിനൊന്ന് കാണാൻ വേണ്ടി പോയിരുന്നു. ഇവരാരെന്നറിയോ? കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം നമ്മൾ കേട്ടതല്ലേ, ഞാൻ ശരിക്ക് കണ്ടതാണ് ഈ മഹാന്റെ ജീവിതത്തിലൂടെ. ഞാൻ ഈ മഹാന്റെ അരികിൽ പോയിരുന്നു. ഈ അടുത്ത് വഫാത്തായി. ഈ മഹാൻ ആരെന്നറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായി ജീവിച്ചിരുന്നു മഹാനായ മിത്തബൈൽ ഉസ്താദ്. ഒരുപാട് അത്ഭുതങ്ങളുടെ നിറകുടമാണ്. കർണാടകക്കാർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ അവരെല്ലാവരും കൂടെ ഓടിച്ചെല്ലും മിത്തബൈൽ ഉസ്താദിന്റെ അരികിൽ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെല്ലുന്നവരോട് മിത്തബൈൽ ഉസ്താദ് പുറത്ത് തട്ടിയിട്ട് പറയും, സാരല്ലടാ, മുകളിലുള്ള അല്ലാഹു ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം തീർക്കുന്നതാണ്. മിത്തബൈൽ ഉസ്താദ് പറഞ്ഞാ പിന്നെ എന്തില്ല, രണ്ടാമതൊരു വാക്കില്ല, അല്ലാഹു അത് തീർത്തു കൊടുക്കുന്നതാണ്. മഹാനായ മിത്തബൈൽ ഉസ്താദ് വലിയ മഹാനാണ്, വാക്കിന് വലിയ ഫലം. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു മനുഷ്യന്റെ കച്ചവടം, ആ കച്ചവടത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായി, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എല്ലാ ആളുകളുടെ അരികിലും ചെന്നു, ആ പ്രയാസങ്ങളൊന്നും തീരുന്നില്ല. അവസാനം മിത്തബൈൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയപ്പോ ഈ കാണുന്ന മിത്തബൈൽ ഉസ്താദ് ഉണ്ടല്ലോ, ഒരൊറ്റ വാക്ക് പറയുകയാണ്, മോനെ, നിന്റെ പ്രയാസം അല്ലാഹു തീർത്ത് നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം പറയും, ഉസ്താദേ, ആ ഒരു വാക്കിന് ശേഷം ഉണ്ടല്ലോ ഉസ്താദേ, എന്റെ കച്ചവടത്തിലൂടെ ഞാൻ എന്റെ 3 മക്കളെ കെട്ടിച്ചു ഉസ്താദേ. ആ 3 മക്കൾക്കും ഞാൻ മനോഹരമായ വീടുണ്ടാക്കി കൊടുത്തു ഉസ്താദേ. ഞാൻ എന്റെ മനോഹരമായ വീട് ഞാൻ നിർമ്മിച്ചു ഉസ്താദേ. അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കച്ചവടത്തിലൂടെയാണ് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. എന്റെ കച്ചവടം. മഹാനായ മിത്തബൈൽ ഉസ്താദിന്റെ ഒരൊറ്റ വാക്കാണ്, നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ, അല്ലാഹു തീർത്തു തരട്ടെ എന്നൊരൊറ്റ ദുആയാണ്. പടച്ചവനെ റബ്ബേ, ഈ മഹാന്റെ കറാമത്തുകൊണ്ട് ഈ നൂറെ അജ്മീർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബേ, ഒരുപാട് ഉപ്പമാരുണ്ട് റബ്ബേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ, എല്ലാവരുടെയും സങ്കടപ്പാടുകൾ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ ഇലായ തമ്പുരാനെ നീ തീർത്തു തരണേ അല്ലാഹ്. മഹാനായ മിത്തബൈൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത പണ്ഡിതനായിരുന്നു. അഹങ്കാരം ഇല്ല. ബൈക്കിൽ യാത്ര ചെയ്യും മഹാനായ മിത്തബൈൽ ഉസ്താദ്, നടന്നിട്ട് പോകും. മിത്തബൈൽ ഉസ്താദിനെ പരിപാടിക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ പഴയ വണ്ടിയിലാണ് ഉസ്താദ് അവർക്ക് ഏറ്റവും താല്പര്യം ഉള്ളത്. സാധുക്കളുമായിട്ട് കഴിയുന്നതാണ് മിത്തബൈൽ ഉസ്താദിന് വലിയ സ്നേഹമുള്ളത്. മിത്തബൈൽ ഉസ്താദ് ഭയങ്കരായിരുന്നു. യാത്ര ഇങ്ങനെ ചെയ്യുമ്പോ തട്ടുകട കണ്ടാൽ മിത്തബൈൽ ഉസ്താദ് അവിടെ നിർത്താൻ വേണ്ടി പറയും, തട്ടുകട കണ്ടാൽ. എന്നിട്ട് അവിടെ നിന്ന് ധാരാളം പഴംപൊരിയും വസ്തുക്കളൊക്കെ വാങ്ങും. ആ സമയത്തിൽ കൂടെയുള്ളവർ പറയും, ഉസ്താദേ, ഇത് തട്ടുകടയാണ്, നല്ല ഹോട്ടൽ അവിടെ അപ്പുറത്തുണ്ട്, അവിടെ പോയിട്ട് കഴിച്ചാ പോരെ. ആ സമയത്തിൽ ഉസ്താദ് പറയാ, ഞാൻ എനിക്ക് വിശപ്പുണ്ടായിട്ട് നിർത്തിയതല്ല, ഈ കാണുന്ന തട്ടുകട നടത്തുന്നവന്റെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബം പോറ്റാനാണല്ലോ ഇയാള് പെടാപ്പാട് പെടുന്നത്. നമ്മളെപ്പോലെ ഉള്ളവർ ഇവിടെ വാങ്ങിയിട്ടില്ലെങ്കിൽ ആരാ ഇവരെ കച്ചവടം നടത്തുക, എങ്ങനെയാ ഇവരുടെ കുടുംബം പോറ്റുക? അതുകൊണ്ട് ഇവരെ സഹായിക്കാനാണ് ഞാൻ ഇറങ്ങിയത്, അല്ലാതൊരു ഭക്ഷണത്തിന് ആഗ്രഹമുണ്ടായതുകൊണ്ട് വാങ്ങിയതല്ല. ഓരോരുത്തരുടെയും വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ജീവിച്ച മഹാൻ.
മനസ്സിലായില്ലേ? കർണാടകക്കാർക്ക് മിത്തബൈൽ ഉസ്താദിനെ പറഞ്ഞ അവരുടെ കണ്ണുകൾ നിറയാതിരിക്കില്ല. ഏതൊരു വിഷയങ്ങളുടെയും മത്താണിയായിരുന്നു മഹാനായ മിത്തബൈൽ ഉസ്താദ് അവറുകൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ പോയത് ഒരു മസ്അല വിഷയത്തിന് ഉസ്താദിനോട് ആ മസ്അലയെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഞാൻ മിത്തബൈൽ പോയത്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ മിത്തബൈൽ ഉസ്താദിന് വല്ലാത്ത രോഗമായിരുന്നു, മരണകാരണമായ പനി പിടിച്ച് കിടക്കുകയാണ് മഹാനായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്. സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ സംശയം ചോദിക്കാൻ വേണ്ടി പോയ സമയത്തിൽ മിത്തബൈൽ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മിത്തബൈൽ ഉസ്താദ് കിടക്കുന്ന ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക് എന്നെ ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല ഉസ്താദെ, ഞാൻ ഇന്ന ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഉസ്താദിനോട് ചോദിച്ചിട്ടൊന്നുമില്ല. ആ സമയത്തിൽ ഉസ്താദ് ആംഗ്യം കാണിച്ചു ആ റൂമിലേക്ക് പോകാൻ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അവനോട് കൂടെ ഉള്ള ആൾ പറഞ്ഞു, ഉസ്താദ് കുറച്ചുകൂടി കഴിഞ്ഞാൽ സംസാരിക്കുമായിരിക്കും, ഉസ്താദ് നിങ്ങൾ അവിടെ പോയിരുന്നോളി. ഉസ്താദിന്റെ റൂമിലേക്ക് പോയി. ഞാൻ വെറുതെ ആ കിതാബ് അങ്ങെടുത്തൊരു കിതാബ്, ആ കിതാബ് വെറുതെ തുറന്നു നോക്കുമ്പോ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് എന്റെ മനസ്സിൽ ഉദിച്ച സംശയമുണ്ടല്ലോ, ആ സംശയത്തിന്റെ മറുപടിയിലാണ് ഞാൻ ആ പേജ് തുറന്നത്. വല്ലാഹി വല്ലാഹി എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ അത്ഭുതത്തിന്റെ നിറകുടമാണ് മഹാനായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു ഫാത്തിഹ ഓദിക്കോ മഹാനവറുകളുടെ പേരിൽ. ഈ മഹാനവറുകളുടെ അവസാനമുണ്ടല്ലോ, ലോകത്തിൽ നിന്ന് വിട പറയുന്ന രംഗമുണ്ടല്ലോ, അതൊരു വല്ലാത്ത രംഗമാണ്, അതൊരു വല്ലാത്ത രംഗമാണ്. മഹാനായ മിത്തബൈൽ ഉസ്താദ് നഖങ്ങളെല്ലാം മുറിച്ച് വൃത്തിയാക്കി. എന്നിട്ടോ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ബാത്റൂമിൽ പോയി, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഉളവെടുത്ത് കുളിപ്പിച്ചു. എന്നിട്ട് മക്കളോട് പറയാണ്, എന്നൊന്ന് കുളിപ്പിച്ചു. വീടും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാം വൃത്തിയാക്കി. എന്നിട്ട് മഹാനായ ശൈഖുന ഉസ്താദ് പറയാൻ, എന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് വേഗം കടത്തണം. മഹാനായ മിത്തബൈൽ ഉസ്താദ് റൂമിലേക്ക് കടത്താൻ വേണ്ടി മിത്തബൈൽ ഉസ്താദിന്റെ മക്കളും ഖാദിമീങ്ങളും കൊണ്ടുപോകുകയാണ്. അപ്പം മനോഹരമായൊരു കട്ടിലുണ്ട്, ഉസ്താദ് കിടക്കുന്ന ആ കട്ടിലിന്റെ അരികിലേക്ക് കൊണ്ടുപോയപ്പോ എന്നെ ഇവിടേക്കല്ല കൊണ്ടുപോകേണ്ടത്, ആയിരക്കണക്കിന് കിതാബുകൾ സൂക്ഷിച്ച മഹാനായ ഉസ്താദിന്റെ പ്രൈവറ്റ് റൂമുണ്ട്, കിതാബുകൾ മാത്രം സൂക്ഷിച്ചൊരു റൂമുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് മഹാനായ ശൈഖുന ഉസ്താദ് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കിതാബ് മുത്താല ചെയ്യാറുള്ളത്. അവിടെ വെച്ചുകൊണ്ടാണ് ശൈഖുന ഉസ്താദ് ദിക്ർ ചൊല്ലാറുള്ളത്. അവിടെ വെച്ചുകൊണ്ടാണ് ഇലാഹായ തമ്പുരാന് ധാരാളമായി നിസ്കരിക്കാറുള്ളത്, ഇബാദത്ത് ചെയ്യാറുള്ളത്. ആ ഒരു വിശുദ്ധമായ റൂമിലേക്ക് മിത്തബൈൽ ഉസ്താദിനെ കൊണ്ടുപോകാൻ ഉസ്താദ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, മക്കളും ഖാദിമീങ്ങളും മിത്തബൈൽ ഉസ്താദിനെ ആ റൂമിലേക്ക് കൊണ്ടുപോയപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ അതാ നെറ്റിത്തടം വിയർത്തു തുടങ്ങുകയാണ്. നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പിന്റെ പൊടി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബാ നബി തങ്ങൾ പറഞ്ഞല്ലോ, സ്വഹാബാ, ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, നിസ്കരിക്കുന്ന ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുണ്ടല്ലോ, അവര് ഭൂമി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ വഇദാ റശഹ ജബീനുഹു, അവരുടെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നത് കണ്ടാൽ, പിന്നെ നബി തങ്ങൾ പറഞ്ഞവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരുന്നതും കണ്ടാൽ, അവരുടെ മൂക്കിന്റെ ദ്വാരമുണ്ടല്ലോ, ആ ദ്വാരം ഇങ്ങനെ വണ്ണം വെക്കുന്നതും കണ്ടാൽ, വഹുവ മിൻ അഹ്ലിൽ ജന്നഹ, വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരനാണ്, അവൻ സ്വർഗാവകാശിയാണ്, അവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നവനാണെന്ന് മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് നേരെ കാണും വിധത്തിൽ മഹാനായ മിത്തബൈൽ ഉസ്താദിന്റെ നെറ്റിത്തടം വിയർക്കുകയാണ്. പിന്നെ മിത്തബൈൽ ഉസ്താദ് പറയുന്ന വാക്കിങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാതെ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ മിത്തബൈൽ ഉസ്താദ് ഉണ്ടല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, കലിമ ചൊല്ലിയിട്ട് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ്.
ഓർക്കുകയാണ് മഹാനായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്.